ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മനോഹരമായ ഈ ദിവസത്തിൻ്റെ നല്ല സമയത്ത് ഹോപ്പ് ടി വിയിലൂടെ ദൈവത്തിൻ്റെ വചനവുമായി നിങ്ങളുടെ മുമ്പിലായിരിക്കാൻ തക്കോണം ദൈവം നൽകി തന്ന വലിയ അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. മനോഹരമായ ഈ ദിവസം വീണ്ടും ദൈവത്തിൻ്റെ വചനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരാൻ തക്കോണം ഞാൻ ആഗ്രഹിക്കുകയാണ്. വിശ്വാസത്തിൻ്റെ ഫലങ്ങൾ എന്നുള്ള ഭാഗത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുകയായിരുന്നു. വിശ്വാസത്തിൻ്റെ ഫലങ്ങൾ പാപക്ഷമ, നീതീകരണം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. മൂന്നാമതായി വിശുദ്ധീകരണം എന്ന ഭാഗത്തേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരാൻ തക്കോണം ഞാൻ ആഗ്രഹിക്കുകയാണ്. മൂന്നാമത്തെ ഭാഗം വിശുദ്ധീകരണം. എല്ലാവരും പ്രാർത്ഥനയോട് കൂടിയിരിക്കുക. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് കണ്ണുകളടയ്ക്കാം, ഒരു നിമിഷം പ്രാർത്ഥിക്കാം. അടികൾ അളവുകൂടാതെ സ്നേഹിക്കുന്ന സ്വർഗ്ഗത്തിലെ വാഴ്ത്തപ്പെട്ട നല്ല ദൈവമേ, തിരുനാമത്തിന് സ്തോത്രം. നൽകി തന്ന ഈ നല്ല അവസരത്തിനായി ദൈവമേ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. മനോഹരമായ ഈ സമയത്ത് അങ്ങയുടെ വചനവുമായി അടികൾ അങ്ങയുടെ സന്നിധിയിലേക്ക് കടന്നു വരുന്നു. അടികളെ അങ്ങ് അനുഗ്രഹിക്കുമാറാണമേ, കർത്താവേ ശക്തീകരിക്കണമേ, ബലം നൽകുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടികൾ ചോദിച്ചത് കുറവാണെങ്കിലും ധാരാളമായി നന്മകളായി നിറയ്ക്കണം. സകലം പൊന്നേസ്തവനായ നാമത്തിൽ തന്നെ ആമേൻ. ഇന്ന് പകൽക്കാലം നമുക്ക് ചിന്തിക്കാനുള്ള ഭാഗം വിശുദ്ധീകരണം എന്ന ഭാഗമാണ്. ഈ ഭാഗത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇതിന് തൊട്ടു മുന്നേ പറഞ്ഞ നീതീകരണം എന്ന ഭാഗവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ഭാഗമാണ് വിശുദ്ധീകരണം എന്ന് പറയുന്നത്. വിശുദ്ധീകരണവും നീതീകരണവും ഏകദേശം ഒരേ രീതിയിൽ തന്നെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഭാഗങ്ങളാണ് എന്ന് മനസ്സിലാക്കാൻ നോക്കാൻ സാധിക്കുന്നു. 1 തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം. നിങ്ങൾ ദുർനടപ്പ് വിട്ടൊഴിഞ്ഞ് ഓരോരുത്തൻ ദൈവത്തെ അറിയാത്ത ജാതികളെ പോലെ കാമവികാരത്തിലല്ല, വിശുദ്ധീകരണത്തിലും മാനത്തിലും താൻ്റെ പാത്രത്തെ നേടിക്കൊള്ളട്ടെ. ഇവിടെ വായിക്കുന്നത്, നിങ്ങൾ ദുർനടപ്പ് വിട്ടൊഴിഞ്ഞ് ഓരോരുത്തൻ ദൈവത്തെ അറിയാത്ത ജാതികളെ പോലെ കാമവികാരത്തിലല്ല, വിശുദ്ധീകരണത്തിലും മാനത്തിലും താൻ്റെ പാത്രത്തെ നേടിക്കൊള്ളട്ടെ. മനോഹരമായിട്ട് പറഞ്ഞിരിക്കുന്ന ഈ വാക്യത്തിനായിട്ട്, നൽകി തന്ന ഈ വാക്യത്തിനായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. വളരെ അതിശയകരമായ, അത്ഭുതകരമായ, വളരെ മനോഹരമായ ഒരു വേദഭാഗമാണ് ഇപ്പോൾ നമ്മൾ വായിച്ചു കേട്ടത്. നിങ്ങൾ ദുർനടപ്പ് വിട്ടൊഴിഞ്ഞ് ഓരോരുത്തൻ ദൈവത്തെ അറിയാത്ത ജാതികളെ പോലെയല്ല. ഇന്ന് നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവത്തിൻ്റെ ജനമായി ദൈവം നമ്മളെ കണക്കിട്ട് കഴിഞ്ഞു എന്ന് ഈ വചനത്തിലൂടെ നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ തക്കോണം സാധിക്കുന്നു. ദൈവത്തിൻ്റെ ജനം ആയിട്ട് ദൈവം എന്നെയും നിങ്ങളെയും കണക്കിട്ടു എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ വചനം പറയുന്ന ഏറ്റവും വളരെ വ്യക്തമായിട്ടും ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു ഭാഗം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ദൈവത്തെ അറിയാത്തവരെ പോലെ അല്ല, നിങ്ങൾ ദൈവത്തെ അറിഞ്ഞ് അറിയാത്തവരെ പോലെ ആയി തീരാതെ ദൈവത്തെ അറിഞ്ഞതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ആ കാമവികാരത്താലല്ല, വിശുദ്ധീകരണത്താൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? അവനവൻ്റെ പാത്രങ്ങളെ നേടിക്കൊള്ളുക. വിശുദ്ധീകരണം പ്രാപിക്കുന്നവരായി നാം ഓരോരുത്തരും മാറുക എന്ന് ദൈവം വളരെ വ്യക്തമായിട്ട് നമ്മോട് അറിയിക്കുന്നു. ദൈവത്തിൻ്റെ വചനത്തിലൂടെ ദൈവം നമ്മോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, ഇന്ന് പകൽക്കാലം ഒരു വിശുദ്ധീകരണം പ്രാപിക്കുന്നവരായി ഞാനും നിങ്ങളും മാറണം എന്നുള്ളതാണ്. ഇവിടെ നീതീകരണവും വിശുദ്ധീകരണവും തമ്മിൽ ഏകദേശം ഒരു ബന്ധം ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ തക്കോണം സാധിക്കുന്നു. ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടുക, ദൈവസന്നിധിയിൽ വിശുദ്ധീകരിക്കപ്പെടുക. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മളെല്ലാവരും വാഹനം ഉപയോഗിക്കുന്നവരാണ്. ഈ വാഹനം നമ്മൾ കുറച്ച് ഓടിച്ച് പഴയതായി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഒരുപക്ഷെ നമ്മൾ വർക്ക്ഷോപ്പിലൊക്കെ കൊണ്ടുപോയി കേടായ ഭാഗങ്ങൾ അല്ലെങ്കിൽ റിപ്പയറുള്ള ഭാഗങ്ങൾ നമ്മൾ റിപ്പയർ ചെയ്ത്, അല്ലെങ്കിൽ മാറ്റാനുള്ള ഭാഗങ്ങൾ നമ്മൾ മാറ്റി പുതിയ ഭാഗങ്ങൾ അല്ലെങ്കിൽ പുതിയ സ്പെയർ പാർട്സ് വെച്ച് പിടിപ്പിച്ച് അല്ലെങ്കിൽ ഘടിപ്പിച്ച് നമ്മൾ എന്ത് ചെയ്യും? ആ വാഹനത്തെ ഏറ്റവും മനോഹരമായിട്ട് നമ്മൾ മാറ്റാറുണ്ട്. ഇന്ന് കുട്ടികളെല്ലാവരും മക്കൾ അവരുടെ ഇരുചക്ര വാഹനമായാലും കാറുകളായാലും അവർ മോഡിഫൈ ചെയ്യാറുണ്ട്, ഏറ്റവും ഭംഗിയാക്കാറുണ്ട്. അതായത് പഴയ അല്ലെങ്കിൽ അവർക്കിഷ്ടമില്ലാത്ത പഴയ കാര്യങ്ങൾ മാറ്റി അവർക്ക് പുതിയതായിട്ട് ഏറ്റവും ഭംഗി തോന്നിക്കുന്ന സ്പെയർ പാർട്സുകൾ അവർ വാങ്ങിവെച്ച് അവരുടെ വാഹനത്തെ മനോഹരമാക്കുന്നത് നമ്മൾ കാണാറുണ്ട്. അതുപോലെ തന്നെയാണ് വിശുദ്ധീകരണം എന്ന് പറയുന്നത്. ദൈവം നമ്മളെ ഓരോരുത്തരെയും വിശുദ്ധീകരിക്കുമ്പോൾ നമ്മൾ എങ്ങനെ ആയിരിക്കണം? പഴയത് മാറ്റി പുതിയ ഒരു അനുഭവത്തിലേക്ക് വരുന്നവരായിത്തീരണം. നമ്മളുടെ പഴയ സ്വഭാവങ്ങളെ മാറ്റി
നമ്മളുടെ പഴയ പ്രവൃത്തികളെ മാറ്റി, നമ്മളുടെ പഴയ സംസാരങ്ങളെ മാറ്റി, നമ്മളുടെ പഴയ പെരുമാറ്റങ്ങളെ മാറ്റി, നമ്മളുടെ പഴയ രീതികളെ മാറ്റി, നമ്മളെല്ലാ തരത്തിലും പുതിയതിലേക്ക് ഒരു മാറ്റത്തിൻ്റെ അനുഭവത്തിലേക്ക് നമ്മൾ വരണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതിനു വേണ്ടിയിട്ടാണ് ദൈവം നമ്മളെ വിശുദ്ധീകരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. നമ്മൾ നീതീകരണത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞത് എന്താണ്? ഒരുവൻ തൻ്റെ പ്രവൃത്തിയാലല്ല നീതീകരിക്കപ്പെടുന്നത്. അതുപോലെ തന്നെ വിശുദ്ധീകരണവും ഏകദേശം അതുപോലെ തന്നെയാണ്. തൻ്റെ വിശ്വാസത്താലാണ് അവൻ വിശുദ്ധീകരിക്കപ്പെടുന്നത്. വിശുദ്ധീകരണം വിശ്വാസത്താലും ദൈവകൃപയാലുമാണ് നമുക്ക് വരുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു വാഹനം നമ്മൾ മോഡിഫൈ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്? ആ വാഹനത്തെ പുതിയ രീതിയിലേക്ക് മാറ്റുകയാണ്. ഒരു പഴയ ഹോൺ മാറ്റി നമ്മൾ പുതിയ ഹോൺ വയ്ക്കുമ്പോൾ അത് പുതിയ രീതിയിലേക്ക് എന്താണ്? പൂർണ്ണമായിട്ട് മാറുകയാണ്. അതുപോലെ തന്നെ ദൈവം നമ്മളെ ദൈവകൃപയാൽ വിശുദ്ധീകരിക്കാൻ ആഗ്രഹിക്കുമ്പോൾ, അല്ലെങ്കിൽ ദൈവകൃപയാൽ നമ്മൾ വിശുദ്ധീകരിക്കപ്പെടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? പഴയതിനെല്ലാം മാറ്റിക്കളയണം. നമ്മളുടെ ജീവിതത്തിലുള്ള പഴയ എല്ലാ കാര്യങ്ങളും നമ്മൾ മാറ്റണം. നമ്മളുടെ സംസാരം, നമ്മളുടെ പ്രവൃത്തി, നമ്മളുടെ രീതികൾ, നമ്മളുടെ പെരുമാറ്റങ്ങൾ എല്ലാം തന്നെ നമ്മൾ മാറ്റി എല്ലാം ഒരു പുതുമയിലേക്ക് നമ്മൾ വരാൻ തക്കവണ്ണം നമ്മൾ ഒരുങ്ങണം. ഇവിടെ ആ വാക്യം അതാണ് പറയുന്നത്. നിങ്ങൾ ദുർനടപ്പ് വിട്ടൊഴിഞ്ഞ് ഓരോരുത്തൻ ദൈവത്തെ അറിയാത്ത ജാതികളെ പോലെ അല്ല, അങ്ങനെ കാമവികാരത്തിലല്ല, വിശുദ്ധീകരണത്തിലും മാനത്തിലും താൻ്റെ പാത്രങ്ങളെ നേടിക്കൊള്ളട്ടെ. അപ്പോൾ വിശുദ്ധീകരണത്തിലും മാനത്തിലും താൻ്റെ പാത്രങ്ങളെ നേടിക്കൊള്ളട്ടെ എന്ന് പറയുമ്പോൾ നമ്മൾ വിശുദ്ധീകരിക്കപ്പെടാൻ നമ്മൾ ആഗ്രഹിക്കുക. ദൈവത്താൽ വിശുദ്ധീകരിക്കപ്പെടണം എന്ന് നമ്മൾ ആഗ്രഹിക്കുക. അങ്ങനെ ആഗ്രഹിക്കുമ്പോൾ ദൈവം നമ്മളെ എന്തു ചെയ്യാണ്? അതീവ ദൈവത്തിൻ്റെ കൃപയാൽ നമ്മളെ വിശുദ്ധീകരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ തക്കൊണ്ട് സാധിക്കും. നമ്മളെ ഓരോരുത്തരെയും ദൈവം വിശുദ്ധീകരിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. പക്ഷേ വിശുദ്ധീകരിക്കപ്പെടുവാൻ നമുക്ക് എന്ത് വേണം? നമ്മളുടെ ഹൃദയം കൊണ്ട് നമുക്കൊരു ആവശ്യം വേണം. അവിടെയാണ് വിശ്വാസത്തിൻ്റെ ഒരു ഭാഗം നമ്മൾ കാണുന്നത്. വിശ്വാസത്താൽ നമ്മൾ എന്ത് ചെയ്യാണ്? വിശുദ്ധീകരിക്കപ്പെടുവാൻ നമ്മൾ ഒരുങ്ങുകയാണ്. ദൈവമേ, നിന്നാൽ വിശുദ്ധീകരിക്കപ്പെടുവാൻ തക്കോണം ഞാൻ ആഗ്രഹിക്കുന്നു, നിന്നാൽ വിശുദ്ധീകരിക്കപ്പെടുവാൻ തക്കോണം എൻ്റെ ഹൃദയം കാംക്ഷിക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ട് വിശുദ്ധീകരിക്കപ്പെടുവാൻ തക്കോണം നമ്മൾ ഒരുങ്ങുക. അങ്ങനെ ഒരുങ്ങുമ്പോൾ ദൈവകൃപയാൽ നമ്മളെ ഓരോരുത്തരെയും ദൈവം വിശുദ്ധീകരിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. രണ്ടാമത്തെ കാര്യം, ഈ വിശുദ്ധീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് നമ്മുടെ പ്രവൃത്തികൾ എന്ത് ചെയ്യണം? മാറ്റമുള്ളതായി മാറണം. പിന്നെ ഒരിക്കൽ പോലും നമ്മൾ ആ പഴയ പ്രവൃത്തിയിലേക്കോ പഴയ സ്വഭാവത്തിലേക്കോ നമ്മളുടെ പഴയ പെരുമാറ്റത്തിലേക്കോ പഴയ നടപ്പിലേക്കോ പഴയ ചിന്തയിലേക്കോ പഴയ സംസാര രീതികളിലേക്കോ ഒന്നും പോകാൻ പാടില്ല എന്നുള്ളത് വളരെ വ്യക്തമായി വചനം നമ്മോട് അറിയിക്കുന്നു. ഞാൻ ആദ്യം ഉദാഹരണം പറഞ്ഞതുപോലെ ഒരു വാഹനത്തിൻ്റെ പാർട്സ് എല്ലാം നമ്മൾ മാറ്റി പുതിയ പാർട്സ് വെച്ചാൽ പിന്നീട് ആ പാർട്സിൻ്റെ പെർഫോമൻസ് എല്ലാം പുതിയതുപോലെയാണ്. അതുപോലെ തന്നെ ദൈവത്തിൻ്റെ കൃപയാൽ നമ്മളെ വിശുദ്ധീകരിച്ച് കഴിഞ്ഞാൽ പിന്നീട് നമ്മളുടെ പെരുമാറ്റങ്ങളെല്ലാം ദൈവം ആഗ്രഹിക്കുന്നത് പോലെയാണ്. ഒരു കാറിൻ്റെ അല്ലെങ്കിൽ ഒരു ബൈക്കിൻ്റെ ഒരു പാർട്സ് നമ്മൾ മാറ്റിക്കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ അത് പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മാറ്റിവെക്കുന്നത്. അതുപോലെ നമ്മളെ ഓരോരുത്തരെയും ദൈവത്തിൻ്റെ കൃപയാൽ ദൈവം മാറ്റുന്നുണ്ടെങ്കിൽ, വിശുദ്ധീകരിക്കപ്പെടുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മളെ വിശുദ്ധീകരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം നമ്മൾ പെരുമാറുന്നതിനും നമ്മൾ സംസാരിക്കുന്നതിനും നമ്മളുടെ നടത്തം, ഇരുത്തം, നമ്മളുടെ എല്ലാ കാര്യങ്ങളും ദൈവഹിതത്തിനായി തീരുന്നതിന് വേണ്ടിയിട്ടാണ് ദൈവം എന്നെയും നിങ്ങളെയും വിശുദ്ധീകരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് നമ്മളുടെ വിശ്വാസ ജീവിതത്തിൽ നമ്മൾ വിശുദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ടോ? ഇനി പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ജീവിതം എങ്ങനെയാണ്? വിശുദ്ധീകരിക്കപ്പെടുന്നതിൻ്റെ ഒന്നാമത്തെ പടി എന്ന് പറയുന്നത് സ്നാനമാണ്. ഈ സ്നാനപ്പെടുമ്പോൾ പഴയ മനുഷ്യനാകുന്ന ഞാനെന്ന പഴയ മനുഷ്യനെ വെള്ളമാകുന്ന കല്ലറയിൽ ദൈവത്തോടൊപ്പം അടക്കം ചെയ്ത് ആ ദൈവത്തിൻ്റെ ഉയർപ്പിനോടുകൂടെ നമ്മൾ എന്ത് ചെയ്യണം? ആ വെള്ളമാകുന്ന കല്ലറയിൽ നിന്ന് അടക്കം ചെയ്ത് ഒരു പുതിയ മനുഷ്യനായി ഉയർത്തെഴുന്നേൽക്കുന്നതാണ്. അതാണ് സ്നാനം എന്ന് പറയുന്നത്. നമ്മളുടെ പഴയ മനുഷ്യനെ, പാപിയായ പഴയ മനുഷ്യനെ വെള്ളമാകുന്ന കല്ലറയിൽ നമ്മൾ ദൈവത്തോടു കൂടെ അടക്കം ചെയ്തു. പിന്നീട് ദൈവം ഉയർത്തെഴുന്നേറ്റതുപോലെ ഒരു പുതിയ മനുഷ്യനായി നമ്മൾ എന്ത് ചെയ്യാണ്? ദൈവത്തോടു കൂടെ ഉയർത്തെഴുന്നേൽക്കുകയാണ്. ആ സ്നാനത്തിന് ശേഷം നമ്മളുടെ ജീവിതത്തിൽ ഒരു വിശുദ്ധീകരണം സംഭവിച്ചിട്ടുണ്ടോ? നമ്മളുടെ പ്രവൃത്തിയിൽ ഒരു വിശുദ്ധീകരണം സംഭവിച്ചിട്ടുണ്ടോ? നമ്മളുടെ സംസാരത്തിൽ ഒരു വിശുദ്ധീകരണം സംഭവിച്ചിട്ടുണ്ടോ?
നമ്മളുടെ പെരുമാറ്റത്തിൽ ഒരു വിശുദ്ധീകരണം സംഭവിച്ചിട്ടുണ്ടോ? നമ്മളുടെ നടപ്പിൽ, നമ്മളുടെ തീരുമാനങ്ങളിൽ ഒരു വിശുദ്ധീകരണം സംഭവിച്ചിട്ടുണ്ടോ? നമ്മൾ ചിന്തിച്ചു നോക്കേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. കർത്താവായ യേശുക്രിസ്തു എത്രയും വേഗം തൻ്റെ വിശുദ്ധന്മാരെ ചേർക്കുവാൻ വേണ്ടി വാനമേഘങ്ങളിൽ വരാൻ പോവുകയാണ്. അങ്ങനെ ആയിരിക്കുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ വിശുദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ടോ? നമ്മളുടെ പ്രവൃത്തികൾ വിശുദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ടോ? നമ്മളുടെ ചിന്തകൾ വിശുദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ടോ? നമ്മൾ ചിന്തിക്കുക, വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അപ്പോസ്തലപ്രവൃത്തി 15-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യം ഇപ്രകാരം വായിക്കുന്നു: വിശ്വാസത്താൽ ഹൃദയങ്ങളെ ശുദ്ധീകരിക്കാൻ നമുക്കും അമർക്കും തമ്മിൽ ഒരു വ്യത്യാസവും വെച്ചിട്ടില്ല. വിശ്വാസത്താൽ ഹൃദയങ്ങളെ ശുദ്ധീകരിച്ചതിനാൽ നമുക്കും അവർക്കും തമ്മിൽ ഒരു വ്യത്യാസവും വെച്ചിട്ടില്ല. വിശ്വാസത്താൽ ഹൃദയങ്ങളെ ശുദ്ധീകരിക്കുക. ദൈവത്താലുള്ള ആഴമായിട്ടുള്ള വിശ്വാസത്താൽ എൻ്റെയും നിങ്ങളുടെയും ഹൃദയങ്ങളെ എന്തു ചെയ്യുക? വിശുദ്ധീകരിക്കുക. ദൈവത്തിൻ്റെ കൃപയാൽ എന്തു ചെയ്യുക? വിശുദ്ധീകരിക്കുക. നമ്മളുടെ പ്രവൃത്തികളെ, നമ്മളുടെ ചിന്തകളെ, നമ്മളുടെ പെരുമാറ്റങ്ങളെ. നമ്മൾ ഒറ്റയ്ക്കിരിക്കുന്ന സാഹചര്യങ്ങളിൽ എപ്പോഴും പാപം ചെയ്യാനുള്ള ഏറ്റവും ആപ്റ്റായിട്ടുള്ള ഒരു സമയം എന്ന് പറയുന്നത് നമ്മൾ ഒറ്റയ്ക്കിരിക്കുമ്പോഴാണ്. ഒറ്റയ്ക്കിരിക്കുമ്പോൾ പല പല ചിന്തകൾ നമ്മളെ കീഴ്പ്പെടുത്തും. അനേകം ചിന്തകൾ നമ്മളെ കീഴ്പ്പെടുത്തും. നമ്മളുടെ ഭാരങ്ങൾ നമ്മളെ കീഴ്പ്പെടുത്തും. നമ്മളുടെ പ്രശ്നങ്ങൾ നമ്മളെ കീഴ്പ്പെടുത്തും. നമ്മളുടെ പ്രയാസങ്ങൾ നമ്മളെ കീഴ്പ്പെടുത്തും. നമ്മളുടെ രോഗങ്ങൾ നമ്മളെ കീഴ്പ്പെടുത്തും. അങ്ങനെ ആയിരിക്കുന്ന സമയത്ത് നമ്മൾ ഒറ്റയ്ക്കായിരിക്കുമ്പോൾ പൈശാചികൻ നമ്മളെ കീഴ്പ്പെടുത്താൻ ഏറ്റവും സാധ്യതയുള്ള സാഹചര്യങ്ങളാണ്. ആ സമയത്ത് നമ്മളുടെ ചിന്തകളെ, നമ്മുടെ പ്രവൃത്തികളെ, നമ്മളുടെ സംസാരങ്ങളെ, നമ്മളുടെ നിരൂപണങ്ങളെ, നമ്മളുടെ നടപ്പിനെ നമ്മൾ വിശുദ്ധീകരിക്കുന്നുണ്ടോ? നമ്മൾ കൂട്ടുകാർ കൂടി സന്തോഷിച്ചുല്ലസിച്ച് നടക്കുന്ന സമയത്ത് നമ്മളുടെ സംസാരം, നമ്മളുടെ പെരുമാറ്റം, എൻ്റെയും നിങ്ങളുടെയും പെരുമാറ്റത്തിലൂടെ നമ്മളുടെ കൂടെ ആയിരിക്കുന്ന വ്യക്തി ദൈവത്തെ അറിയണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. എൻ്റെയും നിങ്ങളുടെയും പെരുമാറ്റത്തിലൂടെ മറ്റുള്ളവർ ദൈവത്തെ അറിയണം. എൻ്റെയും നിങ്ങളുടെയും സംസാരത്തിലൂടെ എൻ്റെയും നിങ്ങളുടെയും കൂടെയുള്ളവർ ദൈവത്തെ അറിയണം. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ സ്വഭാവം എത്രത്തോളം വിശുദ്ധീകരിക്കപ്പെടണം, നമ്മളുടെ സംസാരം എത്രത്തോളം വിശുദ്ധീകരിക്കപ്പെടണം, നമ്മളുടെ പെരുമാറ്റം എത്രത്തോളം വിശുദ്ധീകരിക്കപ്പെടണം. നമ്മൾ വിശുദ്ധീകരിക്കപ്പെടുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, നമ്മൾ വിശുദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മളുടെ പ്രവൃത്തികളെയും പൂർണ്ണമായി നമ്മൾ മാറ്റണം എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. നമ്മളുടെ പ്രവൃത്തികൾ ഏത് രീതിയിലാണോ, നമ്മളുടെ ചിന്തകൾ ഏത് രീതിയിലാണോ, നമ്മളുടെ പെരുമാറ്റം, നമ്മളുടെ സംസാരം, നമ്മളുടെ നടപ്പ്, ഇതെല്ലാം ഏത് രീതിയിലാണ് എന്നതിനെ ആശ്രയിച്ചിട്ടാണ് നമ്മളുടെ വിശുദ്ധീകരണം ഇരിക്കുന്നത്. സ്നാനപ്പെട്ട ഒരു വ്യക്തി അല്ലെങ്കിൽ ദൈവത്തോട് ചേർന്ന ഒരു വ്യക്തി അവൻ്റെ സ്വഭാവത്തിൽ അവനൊരു രൂപാന്തരം, അവനൊരു മാറ്റം വരുത്തിയിട്ടില്ല എങ്കിൽ അവൻ വിശുദ്ധീകരിക്കപ്പെട്ടു എന്ന് പറയാനായിട്ട് ഒരിക്കലും സാധിക്കില്ല. അതുകൊണ്ട് അവൻ വിശ്വസിക്കുന്നുവെങ്കിൽ അവൻ്റെ പ്രവൃത്തികളിലും ഒരു മാറ്റം ഉണ്ടാകണം എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അവൻ യഥാർത്ഥമായി ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ, അവൻ ദൈവത്തോട് ഉടമ്പടി ചെയ്ത ഒരു വ്യക്തിയാണ് എങ്കിൽ അവൻ്റെ സ്വഭാവത്തിലും അവൻ്റെ പെരുമാറ്റത്തിലും അവൻ്റെ പ്രവൃത്തികളിലും ആ വിശുദ്ധീകരണം വെളിപ്പെട്ട് വരണം എന്ന് ദൈവം അതിയായി ആഗ്രഹിക്കുന്നു. ഇന്നെൻ്റെയും നിങ്ങളുടെയും പ്രവൃത്തികൾ, എൻ്റെയും നിങ്ങളുടെയും സംസാരം, എൻ്റെയും നിങ്ങളുടെയും പെരുമാറ്റം, ഇതിലെല്ലാം ദൈവം വിളങ്ങി കാണണം എന്ന് ദൈവം അതിയായി ആഗ്രഹിക്കുന്നു. അതിനു വേണ്ടിയിട്ടാണ് എന്നെയും നിങ്ങളെയും ദൈവമക്കളായി ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ദൈവത്തിൻ്റെ സന്നിധിയിൽ എന്നെയും നിങ്ങളെയും ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നത്. എൻ്റെ പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആർക്കും എൻ്റെ സന്നിധിയിൽ വരാൻ സാധിക്കില്ല എന്ന് വചനം പറയുമ്പോൾ എന്നെയും നിങ്ങളെയും പിതാവ് ആകർഷിച്ചിട്ടാണ് നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുന്നത് എന്ന് നമ്മൾ പൂർണ്ണമായി മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെ പിതാവ് ആകർഷിച്ചിരിക്കുന്ന ആണ് നമ്മൾ എന്നുള്ളതുകൊണ്ട്, അതായത് ദൈവപിതാവ് ആകർഷിച്ചിരിക്കുന്ന വ്യക്തിയാണ് ഞാനും നിങ്ങളും എന്ന് ഉള്ളതുകൊണ്ട് നമ്മൾ എന്തു ചെയ്യുക? നമ്മളുടെ പെരുമാറ്റത്തിലും നമ്മളുടെ സംസാരത്തിലും എല്ലാം മാറ്റങ്ങളെ കൊണ്ടുവരണം. ഒരടിമുടി മാറ്റം വരുവാൻ തക്കവണ്ണം ദൈവം ആഗ്രഹിക്കുന്നു. അങ്ങനെയെങ്കിൽ മാത്രമേ ഒരു വിശുദ്ധീകരണം, നമ്മളുടെ വിശുദ്ധീകരണം ഒരു പൂർണ്ണതയിലേക്ക് എത്തൂ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അങ്ങനെ വന്നെങ്കിൽ മാത്രമേ നമ്മളുടെ പാപങ്ങളെയും മോചിച്ചു തരുവാൻ തക്കവണ്ണം ദൈവത്തിന് സാധിക്കും. നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ ഒരു പാപമോചനം അല്ലെങ്കിൽ ഒരു പാപക്ഷമ ലഭിക്കണമെങ്കിൽ ഈ വിശുദ്ധീകരണം നമ്മളുടെ ജീവിതത്തിൽ വന്നെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. ഇവിടെ പറയുന്നത്, നിങ്ങൾ ദുർനടപ്പ് വിട്ടൊഴിഞ്ഞ് ഓരോരുത്തരും ദൈവത്തെ അറിയാത്ത ജാതികളെപ്പോലെ അല്ല, കാമവികാരത്തിലല്ല, വിശുദ്ധീകരണത്തിലും മാനത്തിലും താൻ തൻ്റെ പാത്രങ്ങളെ നേടിക്കൊള്ളട്ടെ. തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ
ആ ഒരു സന്നിധിയിലേക്ക് നമ്മളുടെ അകൃത്യങ്ങളെ വിട്ടൊഴിഞ്ഞ്, നമ്മളുടെ ദുർനടപ്പ് വിട്ടൊഴിഞ്ഞ്, നമ്മളുടെ എല്ലാ പോരായ്മകളും വിട്ടൊഴിഞ്ഞ് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു ചെല്ലുന്ന നമ്മളെ ഓരോരുത്തരെയും വിശുദ്ധീകരിക്കാൻ തക്കവണ്ണം ദൈവം ഒരുക്കമാണ്. നമ്മൾ നീതീകരണം പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു ദൈവത്തിൻ്റെ വിലയേറിയ രക്തത്താൽ നമ്മൾ നീതീകരിക്കപ്പെടണം. അതുപോലെ നമ്മൾ ജലസ്നാനം സ്വീകരിച്ച നമ്മൾ ഓരോരുത്തരും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ജലത്താൽ നമ്മളെ ശുദ്ധീകരിച്ചതുപോലെ തന്നെ ദൈവത്തിൻ്റെ വിലയേറിയ രക്തത്താൽ നമ്മളെ ഓരോരുത്തരെയും ദൈവം എന്ത് ചെയ്യണം? ശുദ്ധീകരിക്കണം. നമ്മൾ ഓരോരുത്തരെയും ദൈവം വിശുദ്ധീകരിക്കണം. അങ്ങനെ വിശുദ്ധീകരിക്കണമെങ്കിൽ എൻ്റെ ദൈവമേ, എൻ്റെ ദുർനടപ്പുകളെ വിട്ടൊഴിഞ്ഞ് ഞാൻ എന്ത് ചെയ്യണം? എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു ചെല്ലണം. എൻ്റെ ദൈവത്തിൻ്റെ മുമ്പിൽ ഞാൻ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കണം. എൻ്റെ എല്ലാ പോരായ്മകളും ഞാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കണം. എൻ്റെ എല്ലാ കുറവശങ്ങളും ഞാൻ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കണം. എൻ്റെ എല്ലാ ദുർനടപ്പുകളും ഞാൻ വിട്ടൊഴിഞ്ഞ് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു ചെല്ലണം. അങ്ങനെയാണെങ്കിൽ ദൈവത്തിൻ്റെ വിലയേറിയ രക്തത്താൽ എന്നെയും നിങ്ങളെയും വീണ്ടെടുക്കാൻ, വിശുദ്ധീകരിക്കാൻ ദൈവം ഒരുക്കമാണ്. അതിനു വേണ്ടിയിട്ടാണ് 2000-ൽ പരം വർഷങ്ങൾക്ക് മുന്നേ കാൽവരിയുടെ ക്രൂശിൽ ദൈവം നമുക്ക് വേണ്ടി യാഗമായത്. കർത്താവായ യേശുക്രിസ്തു നമുക്ക് വേണ്ടി യാഗമായത്. ആ മുൾക്കിരീടം തലയിൽ വയ്ക്കുമ്പോൾ, ആ മുൾക്കിരീടം തലയിൽ വെച്ച് കോലുകൊണ്ട് അടിച്ച് ആ മുൾക്കിരീടം തലയോട്ടിയിലേക്ക് കുത്തി ഇറക്കുമ്പോൾ, വിലാപ്പുറത്ത് കുത്തി, കുന്തം കൊണ്ട് കുത്തി ചോര വാർന്നൊഴുകുമ്പോൾ, 3 ആണിയിൽ തൂങ്ങിക്കിടന്ന് നമുക്ക് വേണ്ടി കരയുമ്പോൾ, ഇവിടെയെല്ലാം ദൈവത്തിൻ്റെ ആഗ്രഹം, ദൈവത്തിൻ്റെ സ്വന്തം ജനം, ദൈവത്തിൻ്റെ ജനം വിശുദ്ധീകരിക്കപ്പെടണം. അവരുടെ പ്രവൃത്തിയിൽ ഒരു മാറ്റമുണ്ടാവണം. അവരുടെ പെരുമാറ്റത്തിലൂടെ ഞാൻ അവരിൽ വിളങ്ങണം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഓരോ പ്രാവശ്യം ചാട്ട കൊണ്ട് അടികൊള്ളുമ്പോഴും, ഓരോ പ്രാവശ്യം തള്ളിയിടുമ്പോഴും, ഓരോ പ്രാവശ്യം നിലത്തിട്ട് ചവിട്ടുമ്പോഴും, കാർക്കിച്ച് തുപ്പുമ്പോഴും, ഇതെല്ലാം സഹിച്ചത് എന്നെയും നിങ്ങളെയും വിശുദ്ധീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്നുള്ളത് മനസ്സിലാക്കുക. അതീവ വേദനയെടുത്ത് കരഞ്ഞ് നിലവിളിച്ചപ്പോൾ പോലും ഒരു വാക്കുകൊണ്ട് ആരെയും തള്ളിപ്പറയാതെയും, ഒരു വാക്കുകൊണ്ട് പോലും ആരോടും ദേഷ്യപ്പെടാതെയും, ഒരു വാക്കുകൊണ്ട് പോലും ആരെയും വേദനിപ്പിക്കാതെയും ഈ വേദനകളെല്ലാം സഹിച്ചതും, ഈ കഷ്ടങ്ങളെല്ലാം സഹിച്ചതും, ഈ പ്രയാസങ്ങളിലൂടെ എല്ലാം കടന്നുപോയതും എന്നെയും നിങ്ങളെയും വിശുദ്ധീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണെന്നുള്ളത് നമ്മൾ ഓർത്തുകൊള്ളുക. എത്ര അടി ചാട്ട കൊണ്ടു ആ ചാട്ട കൊണ്ട് ആ ഓരോ അടി കൊള്ളുമ്പോഴും ആ ദേഹത്തെ ദശ മുഴുവൻ പറഞ്ഞു പോരുന്ന വേദനയിലും എന്നെയും നിങ്ങളെയും വിശുദ്ധീകരിക്കണമെന്നുള്ളത് കൊണ്ട് മാത്രം അറക്കാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ മൗനമായിരുന്നതെല്ലാം സഹിച്ചു. ആ മുൾക്കിരീടം തലയിൽ കുത്തിയിറങ്ങുന്ന വേദനയിലും എന്നെയും നിങ്ങളെയും വിശുദ്ധീകരിക്കണമെന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട്, എന്നെയും നിങ്ങളെയും വീണ്ടെടുക്കണമെന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ഇതെല്ലാം ക്രിസ്തു സഹിച്ചു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഇത്രത്തോളം സഹിച്ച ക്രിസ്തുവിനെ, ഇത്രത്തോളം നമ്മളെ സ്നേഹിക്കുന്ന ക്രിസ്തുവിനെ, ഇത്രത്തോളം നമ്മളെ കരുതുന്ന ദൈവത്തെ നമ്മൾ എന്തിനു മാറ്റി നിർത്തണം? എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലെ എൻ്റെയും നിങ്ങളുടെയും പെരുമാറ്റം, എൻ്റെയും നിങ്ങളുടെയും ഓരോ ചലനത്തിൽ കൂടി പോലും ആ ക്രിസ്തു വിളങ്ങണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. എന്നെയും നിങ്ങളെയും കാണുന്നവർ ദൈവത്തെ കാണണം. ഞാനും നിങ്ങളുമായിരിക്കുന്ന ഭവനത്തിലൂടെ മറ്റുള്ളവർ ദൈവത്തെ കാണണം. ഞാനും നിങ്ങളുമായിരിക്കുന്ന സമൂഹത്തിലൂടെ മറ്റുള്ളവർ ദൈവത്തെ അറിയണം. ഞാനും നിങ്ങളുമായിരിക്കുന്ന ആ ജനത്തിൻ്റെ ഇടയിൽ നിന്ന് മറ്റുള്ളവർ ദൈവത്തെ അറിയണം. അങ്ങനെ അനേകർ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുന്നതിന് വേണ്ടിയിട്ടാണ് എന്നെയും നിങ്ങളെയും വേർതിരിച്ച് പിതാവ് ആകർഷിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഞാനും നിങ്ങളുമായിരിക്കുന്നതെന്ന് ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായി പറയുന്നു. അങ്ങനെയെങ്കിൽ ഒരു വിശുദ്ധീകരണം പ്രാപിക്കണം എന്ന് ഞാനും നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ, ഒരു പൂർണ്ണ വിശുദ്ധീകരണം പ്രാപിക്കണം എന്ന് ഞാനും നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ വചനം പറയുന്നു, നമ്മളുടെ പ്രവൃത്തികളെ മാറ്റുക. നമ്മളുടെ പ്രവൃത്തികളെ മാറ്റുക. ദൈവഹിതപ്രകാരം നമ്മളുടെ പ്രവൃത്തികളെ നമ്മൾ പുതുക്കുക. എന്താണോ ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അത് ദൈവത്തിൻ്റെ വചനത്തിലൂടെ ദൈവം നമുക്ക് ധാരാളമായി നൽകി തന്നിട്ടുണ്ട്. എന്താണോ ദൈവം നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, എന്താണോ നാം ദൈവത്തിന് വേണ്ടി പറയാൻ ദൈവം ആഗ്രഹിക്കുന്നത്, ഇതെല്ലാം ദൈവത്തിൻ്റെ വചനത്തിലൂടെ ദൈവം വളരെ വ്യക്തമായി നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ആ വചനമനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക? നമ്മളുടെ ജീവിതങ്ങളെ പുതുക്കുക. നമ്മളുടെ എല്ലാ രീതികൾക്കും ഒരു മാറ്റം വരുത്തുക. ഇത്രയും കാലം ആ ഒരു ജീവിതത്തിന് നമ്മൾ മാറ്റം വരുത്തിയിട്ടില്ല എങ്കിൽ, പ്രിയ ദൈവജനമേ, എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പ്രിയ മക്കളെ, ഇന്ന് പകൽക്കാലം നമുക്കത് മാറ്റുവാനായിട്ട് ഇടയാകട്ടെ. ഇന്ന് ഈ വചനം കേൾക്കുന്ന സമയം മുതൽ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഒരു മാറ്റത്തിൻ്റേതായിട്ടുള്ള അനുഭവം ഉണ്ടാകാൻ തക്കവണ്ണം ദൈവം ഇടയാക്കട്ടെ. ഒരു മാറ്റം നമ്മളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അനിവാര്യമാണ്. കാരണം എന്നെയും നിങ്ങളെയും കാണുന്നവർ ദൈവത്തെ കാണണം എന്ന് ദൈവം വളരെ അധികമായി ആഗ്രഹിക്കുന്നുണ്ട്.
എന്നെയും നിങ്ങളെയും കാണുന്നവർ, എന്നോടും നിങ്ങളോടും സംസാരിക്കുന്നവർ, എന്നോട് നിങ്ങളോടും പെരുമാറുന്നവർ, എന്നോട് നിങ്ങളോടും അടുത്തിടപെടുന്നവർ, എന്നോട് നിങ്ങളോടും കൂടെ യാത്ര ചെയ്യുന്നവർ, എന്നോട് നിങ്ങളോടും കൂടെ ജോലി ചെയ്യുന്നവർ, എന്നോട് നിങ്ങളോടും കൂടെ സംസാരിക്കുന്നവർ, ഇവരെല്ലാവരും നമ്മളിലൂടെ ദൈവത്തെ അറിയണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതിന് വേണ്ടിയിട്ടാണ് ദൈവം നമ്മളെ ഓരോരുത്തരെയും തിരഞ്ഞെടുത്തിരിക്കുന്നത്. ദൈവം തൻ്റെ 12 ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് അവരോട് എന്താ പറഞ്ഞത്? നിങ്ങളെല്ലായിടത്തും പോയി സുവിശേഷം അറിയിക്കുക, ലോകത്തെമ്പാടും പോയി നിങ്ങൾ സുവിശേഷം അറിയിക്കുക. എന്തിനു വേണ്ടിയിട്ട്? നിങ്ങളിലൂടെ ദൈവത്തെ മറ്റുള്ളവർ അറിയണം. അതിനു വേണ്ടിയിട്ടായിരുന്നു അവർ പ്രവർത്തിച്ചത്. അതുപോലെ തന്നെ അവരെ വിശുദ്ധീകരിച്ച് ദൈവം അയച്ചു. അതുകൊണ്ട് തന്നെ നമ്മളെയും ദൈവം പറയുന്നു, നമ്മളോടും ദൈവം പറയുന്നു, നിങ്ങളെ ഞാൻ വിശുദ്ധീകരിക്കാൻ പോവുകയാണ്, നിങ്ങളെ ഞാൻ വിശുദ്ധീകരിക്കാൻ പോവുകയാണ്. അങ്ങനെ വിശുദ്ധീകരിക്കുമ്പോൾ എൻ്റെ വിലയേറിയ രക്തത്താൽ, എൻ്റെ കൃപയാൽ ഞാൻ നിങ്ങളെ വിശുദ്ധീകരിക്കാൻ പോവുകയാണ്. അങ്ങനെ വിശുദ്ധീകരിക്കുമ്പോൾ നിങ്ങൾക്ക് മുഴുവനായും ഒരു മാറ്റം സംഭവിക്കണം. എന്താണോ ഞാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങളിൽ നിന്ന് ഞാൻ എന്താണോ ആഗ്രഹിക്കുന്നത്, അത് നിങ്ങൾ എനിക്ക് വേണ്ടിയിട്ട് ചെയ്തു തരണം. തീർച്ചയായിട്ടും ആ ഒരു അവസരമാണ് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഇന്ന് ഈ വചനം കേൾക്കുന്ന സമയം മുതൽ ദൈവം തരാൻ പോകുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ ഒരു അവസരം നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ അതേത് രീതിയിലാണ് ആ അവസരം നമ്മൾ മുതലാക്കുന്നത് എന്നനുസരിച്ചിരിക്കും നമ്മളുടെ വിശുദ്ധീകരണം. എന്നെയും നിങ്ങളെയും ദൈവത്തിൻ്റെ വിലയേറിയ രക്തത്താൽ വിശുദ്ധീകരിച്ച്, അനുഗ്രഹിച്ച്, ശുദ്ധീകരിച്ച് ദൈവം നമ്മളെ അയക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മളുടെ പ്രവൃത്തികൾ എങ്ങനെയായിരിക്കണം? നമ്മൾ നീതീകരിക്കപ്പെട്ടു, നമുക്ക് പാപങ്ങളെ മോചിച്ചു തന്നു, നമ്മൾ വിശുദ്ധീകരിച്ചു. തീർച്ചയായിട്ടും ഈ 3 കാര്യങ്ങൾ നമ്മളുടെ വിശ്വാസത്താൽ നമ്മൾ നേടിയെടുത്ത് കഴിയുമ്പോൾ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമ്മൾ കടന്നു ചെല്ലുക. നമ്മളെ ദൈവം തീർച്ചയായിട്ടും അനുഗ്രഹിക്കും. ധാരാളമായി ദൈവം അനുഗ്രഹിക്കും. അനുഗ്രഹങ്ങളാൽ നമ്മളെ തീർച്ചയായിട്ടും ദൈവം ഉന്നതങ്ങളിലെത്തിക്കും. ഒരുപക്ഷെ നമ്മളെ നോക്കി മറ്റുള്ളവർ ചിരിച്ചേക്കാം. പക്ഷേ ദൈവം നമ്മളെ വിശുദ്ധീകരിച്ചു കഴിഞ്ഞാൽ, ദൈവം നമ്മളെ ശുദ്ധീകരിച്ചു കഴിഞ്ഞാൽ, ദൈവം നമ്മളെ വീണ്ടെടുത്തു കഴിഞ്ഞാൽ, ദൈവം നമ്മളെ നീതീകരിച്ചു കഴിഞ്ഞാൽ, ദൈവം നമ്മളുടെ പാപങ്ങളെ പുറത്തു തന്നാൽ, ദൈവം നമ്മളുടെ പാപങ്ങളെ ക്ഷമിച്ചു തന്നാൽ, എന്നെയും നിങ്ങളെയും ദൈവം പറഞ്ഞതുപോലെ ഞാൻ എന്തു ചെയ്യും? ആകാശമേഘങ്ങളിൽ വാഹനമേറി ഓട്ടുമാറാക്കും. അതുകൊണ്ട് അതിന് യാതൊരു സംശയമില്ല. ദൈവത്തിൻ്റെ വാഗ്ദത്തം, ദൈവം വാഗ്ദത്തങ്ങളിൽ വാക്ക് മാറാത്തവനാണ്. യാതൊരുവിധ നൽകി തന്ന വാഗ്ദത്തങ്ങളിലൊന്നും മാറാത്തവനാണ് നമ്മളുടെ ദൈവം. അതുകൊണ്ട് ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പ്രിയജനമേ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളെ വിശുദ്ധീകരിക്കാൻ തക്കവണ്ണം, നമ്മളെ ശുദ്ധീകരിക്കാൻ തക്കവണ്ണം ദൈവം ഒരുങ്ങി നിൽക്കുകയാണ് ഇന്ന് പകൽക്കാലം. അതുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് താണിരുന്ന് ദൈവത്തിന് നമ്മളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കാം. ഒരു നീതീകരണം പ്രാപിക്കാൻ, ഒരു വിശുദ്ധീകരണം പ്രാപിക്കാൻ നമ്മളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് നമ്മളുടെ സ്വഭാവത്തിന് രൂപാന്തരം വരുത്തിക്കൊണ്ട്, നമ്മളുടെ പെരുമാറ്റത്തിൽ, നമ്മളുടെ സംസാരത്തിൽ, നമ്മുടെ എല്ലാ കാര്യങ്ങളിലും, നമ്മളുടെ എല്ലാ ചിട്ടകളിലും, നമ്മളുടെ രീതികളിലും ഒരു മാറ്റം വരുത്തിക്കൊണ്ട് നമുക്ക് എന്തു ചെയ്യാം? ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു ചെല്ലാം. അങ്ങനെ കടന്നു ചെന്ന് കഴിയുമ്പോൾ ദൈവം ധാരാളമായി നമ്മളെ അനുഗ്രഹിക്കും. അങ്ങനെ അനുഗ്രഹിച്ച് കഴിയുമ്പോൾ എന്നെയും നിങ്ങളെയും തള്ളിക്കളഞ്ഞവരും, എന്നെയും നിങ്ങളെയും പിന്തള്ളിക്കളഞ്ഞവർ, എന്നെയും നിങ്ങളെയും കൊള്ളരുതാത്തവരെന്ന് എണ്ണി പറഞ്ഞവർ, അവരെല്ലാം എന്തു ചെയ്യും? ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വന്ന് നമ്മളെല്ലാവരെയും ഉയർത്തുന്നൊരവസ്ഥയിലേക്ക് വന്നെത്തും. അവരെല്ലാവരും നമ്മളോട് പറയും, നീ വിശ്വാസത്തിൽ നിന്ന് നന്നായി, നീ ദൈവത്തിൽ വിശ്വസിച്ചത് നന്നായി എന്ന് പറയുന്നൊരവസ്ഥയിലേക്ക് ദൈവം നമ്മളെ കൊണ്ടെത്തിക്കും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയജനമേ, ഇന്ന് പകൽക്കാലം ദൈവം നമ്മളെ വിശുദ്ധീകരിക്കാൻ തക്കവണ്ണം, ദൈവത്തിൻ്റെ വിലയേറിയ രക്തത്താൽ നമ്മളെ വിശുദ്ധീകരിക്കാൻ തക്കവണ്ണം ഒരുങ്ങി നിൽക്കുകയാണ്. അതുകൊണ്ട് നമ്മളെ തന്നെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് താഴ്ത്തി സമർപ്പിക്കാം. നമ്മളെ സമർപ്പിച്ച് കഴിയുമ്പോൾ തീർച്ചയായിട്ടും ദൈവം നമ്മളെ ശുദ്ധീകരിക്കും, വിശുദ്ധീകരിക്കും, അനുഗ്രഹിക്കും. അതുകൊണ്ട് ദൈവം നമ്മളെ ഓരോരുത്തരെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് പകൽക്കാലം ഇതുവരെയും നിങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിങ്ങൾ രൂപാന്തരം വന്നിട്ടില്ല എങ്കിൽ, ഒരു മാറ്റത്തിൻ്റെ അനുഭവം വന്നിട്ടില്ല എങ്കിൽ, ഈ വചനം കേൾക്കുന്ന സമയത്ത് ഒരു മാറ്റത്തിൻ്റെ അനുഭവം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകുമാറാകട്ടെ. ആമേൻ.